ഇപ്പോൾ ഷാഹിദ കമാൽ ചിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് നേതാവ് ഷാഹിദ കമാൽ. ഷാഹിദ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറ്റവാളിയെ മോചിപ്പിക്കുന്നത് തടയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി നിർണായകമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ രാജ്യത്ത് സുരക്ഷിതർ അല്ല എന്നും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ പ്രസംഗത്തിൽ മാത്രമാണ് ആ നിലപാട് സൂക്ഷിക്കുന്നതെന്നുമാണ് അല്പസമയം മുമ്പ് പെൺകുട്ടിയുടെ അമ്മ ആശാദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരു അമ്മയുടെ വേദനയാണ് അവർ പങ്കുവെച്ചത്. തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത സമൂഹം അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിയമ ഭേദഗതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് അടിയന്തിരമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ വിധി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ദിവസങ്ങളുടെ ആനുകൂല്യം കൊണ്ടാണ് ഇത്ര ക്രൂരമായി ഒരു പെൺകുട്ടിയോട് പെരുമാറിയ ഒരു പ്രതി ആ ദിവസങ്ങളുടെ ആനുകൂല്യം വെച്ചുകൊണ്ടാണ് അയാൾക്ക് മോചിതനാകുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കുട്ടികൾ, ഒരു 15 വയസ്സ് പ്രായമാകുന്ന ആൺകുട്ടികൾ പോലും ഇത്തരത്തിൽ ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ ജുവനൈൽ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും അവരുടെ പ്രായപരിധി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് കാതലായ മാറ്റം നമ്മുടെ നിയമത്തിൽ വരുത്തിയില്ല എങ്കിൽ ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് നാളെ ഇതേ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കൊടുക്കുക ആണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിധി കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അടിയന്തിരമായി സുപ്രീം കോടതി, നമുക്ക് കോടതി വിധിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അത്തരം ഒരു വിധി പ്രഖ്യാപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ സമൂഹവും അതുപോലെ തന്നെ ഗവൺമെന്റും കോടതിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഏത് രീതിയിലാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് അമർത്തി ചെയ്യാൻ